ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് FC മൊബൈലിലെ VS അറ്റാക്കിലെ റാങ്ക് പുഷിങ്ങാണ്. അപ്പം ഞാൻ ഓഫ്ലൈനിൽ ഇച്ചിരി ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ വേൾഡ് ക്ലാസ് 2 ആണ് VS അറ്റാക്ക്. പിന്നെ ഹെഡ് ടു ഹെഡ് ചെയ്യാൻ ഹെഡ് 24 നമ്മൾ ഹെഡ് ടു ഹെഡിൻ്റെ ഗ്രൈൻഡിങ് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ലെജൻഡറി ആണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു 6 ചാർജും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലെജൻഡറി അടിക്കും ഗൈസ്. അപ്പോൾ നമുക്കിതാ കളി സ്റ്റാർട്ട് ചെയ്തേക്കാം. പിന്നെ ഈ കളി വരുന്ന സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കില്ല കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട്. ഹാബിന് ഞാനങ്ങ് ഇത് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം അവരും ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഗൈസ് അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി പാടാന്ന് തോന്നുന്നത്. അവൻ്റെ കിണ്ണം ടീമാന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് നല്ല പാടില്ല ഈ വീഡിയോ എടുക്കാൻ. നമുക്ക് എന്തായാലും വേൾഡ് ക്ലാസ് 1 എങ്കിലും അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു വീഡിയോയിലായിട്ട് നമുക്കൊരു ലെജൻഡറി അടിക്കാൻ പറ്റും. എന്തായാലും നമ്മളിന്ന് ലെജൻഡറി അടിക്കാൻ മാക്സിമം നോക്കും ഗൈസ്. ഒരു 12-14 മിനിറ്റ് വരെ ഈ വീഡിയോ പോകത്തുള്ളൂ ഗൈസ്. എന്താ മോനെ ഗൈസ്, ആദ്യം മറ്റേ ബാലൻഡോറിൻ്റെ ഒരുത്തനുണ്ട് 118. നമുക്ക് ഇങ്ങനെ കൊടുത്തട്ടെ ഒരു ശരി നമുക്കൊരു ഫിനസ് അടിച്ചാൽ മതി. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ഫിനസ് അടിച്ചൊരു ഗോൾ കയറ്റിയിട്ടുണ്ട്. അടുത്ത അവൻ ഗോൾ അടിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ഗോൾ അടിക്കാം. അപ്പോൾ നമ്മൾ 2-2 ആയിട്ടുണ്ട്. അവനൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാസ്, ഒരു ഡൈവിങ് ഹെഡർ, ഒരു ഷൂട്ട്. ഗൈസ് അത് ജസ്റ്റ് മിസ്സായിരുന്നു. നമുക്കൊരു ലോബ് പാസ് കൊടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഒരു ഫിനസ്. പക്ഷേ ഗൈസ് നമ്മൾ 2 നിൽക്കുക. ഒരു റെയിൻബോ ഫ്ലിക്ക്, ഒരു ഫിനസ്. ഗൈസ് ഇങ്ങനെ 4 നിൽക്കുക. ഒരു റെയിൻബോ ഫ്ലിക്ക്, ഒരു ഗോൾ. അപ്പോൾ നമ്മൾ 3-5 നിൽക്കുകയാണ്. നമ്മൾ ഒരു താരം കിട്ടുമ്പോഴേ ഗൈസ് നമ്മൾക്ക് ഒരു സ്റ്റാറെങ്കിലും കിട്ടത്തുള്ളൂ നമുക്ക്. കാരണം ഓക്കെ പൊക്ക് കൊണ്ടുവിട്ട് അടി അത്ര ഉള്ളു ഗൈസ്. നമ്മൾ 4-6 നിൽക്കുകയാണ് ഗൈസ്. എന്തായാലും അവനാണ് 2 ഗോളിന് ലീഡ്. നമുക്ക് മാക്സിമം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു പൊക്ക, എന്നിട്ട് ഗോൾ അങ്ങോട്ട് അടിക്കാം. ഗൈസ് ഒരു ഡൈവിങ് ഹെഡർ വെച്ച് 5-7 നമ്മളിപ്പോൾ ഉണ്ട്. നമുക്ക് മാക്സിമം പൊക്ക്. ഗൈസ് 5-8 നിൽക്കുക. പാസ്വേഡ് ഫിനസ്. ഗൈസ് ഒരു 6-9 നിൽക്കുകയാണ് നമ്മൾ. നമ്മുടെ അമ്മയുടെ ചാൻസ് ഏകദേശം ഒരേപോലെ ആയിരുന്നു ഗൈസ്. അത് 6-9 നിൽക്കുക. പാസ്വേഡ്. ഈ ഒരു ഗോളും കൂടി അടിച്ച് കഴിയുമ്പോഴത്തേക്കും ടൈം വരും ഗൈസ്. നമ്മൾ 2 ഗോളിൽ നമ്മൾ തോറ്റു. നമുക്ക് എന്തായാലും അടുത്തതിൽ പിടിക്കാൻ നോക്കാം. അവൻ്റെ നല്ലൊരു ടീമായിരുന്നു ഗൈസ്. നമുക്ക് ഇച്ചിരി പാടായിരുന്നു. അയ്യോ ഗൈസ്, നമ്മൾ വേൾഡ് ക്ലാസ് 3 എത്തി. നമ്മുടെ റാങ്ക് കുറഞ്ഞു. എന്തായാലും നമുക്ക് ഒന്നും കൂടി എന്തായാലും റാങ്ക് പുഷ് ചെയ്ത് ആ റാങ്ക് കൂട്ടാം ഗൈസ്. നമ്മുടെ സ്റ്റാർ പ്രൊട്ടക്റ്റ് ഇല്ലായിരുന്നു. നമ്മൾ തോറ്റു പോയത് കൊണ്ട് ഗൈസ് നമ്മുടെ റാങ്കും കുറഞ്ഞ് വേൾഡ് ക്ലാസ് 3 പോയി. അതാണ് നമുക്കൊരു പണിയായത്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചും കിട്ടുന്നില്ല ഗൈസ്. കിട്ടി. അവൻ മറ്റേ എന്താ അർജന്റീനയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഗൈസ് ഇതിൽ അവൻ ഇച്ചിരി കൂടി ചാൻസ് കുറവ്. അപ്പോൾ നമുക്ക് എന്തായാലും മാക്സിമം ഒരു നമുക്ക് ഗോൾ അടിച്ച് ജയിക്കാൻ പറ്റും നോക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും റാങ്ക് അപ്പ് ഇതായിട്ട് നമുക്ക് വേൾഡ് ക്ലാസ് 2 തന്നെ പോവാം. എന്നിട്ട് ഗൈസ് അവൻ്റെ ഇപ്പം ടോപ്പ് അപ്പ് പ്ലെയറാണെന്ന് എനിക്ക് നല്ല രീതിക്ക് സംശയമുണ്ട്. ഡോണോമേനൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ ഗൈസ് 116 അവന്മാർ ഗോളേ അടിക്കത്തില്ല. ഗൈസ് ഞാൻ എപ്പോഴും റെയിൻബോ ഫ്ലിക്ക് അടിക്കാൻ നോക്കുമ്പോൾ ഗൈസ് ചില സമയത്ത് ഈ വേണ്ട സമയത്തൊന്നും വരത്തില്ല ഗൈസ്. അതെന്ത് പരിപാടിയാണ് ഗൈസ് ഒരു ഡൈവിങ് ഹെഡർ. അപ്പോൾ നമ്മൾ 1-1 നിൽക്കുകയാണ്. അവൻ എന്തായാലും ഒരു ഗോൾ അടിക്കും നമ്മളെ കട്ടും മുന്നേ ഗൈസ്. അങ്ങനെ നമ്മൾ 2-2 മാക്സിമം നമ്മൾ വേഗം ഗോൾ അടിക്കാൻ നോക്കണം. ആരുടെയൊക്കെ പാസ്സൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ കിട്ടുന്ന പ്ലെയറിൻ്റെ ഒക്കെ വെച്ച് ഡ്രിബിൾ ചെയ്ത് അങ്ങ് പോവാണ്. ഫിനസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ 4-3 ഇപ്പം ഒരു ഗോളിന് ലീഡ് കയറിയിട്ടുണ്ട്. ഒന്ന് പാസ് കൊടുത്തേക്കാം. നമ്മൾ ഇച്ചിരി കൂടി സിമ്പിളായിട്ട്. ഗൈസ് നമ്മൾ ഒരു ഗോൾ അവിടെ മിസ്സായിപ്പോയി. പാസ് കൊടുക്കാം ഗൈസ്. ഓഫ് സൈഡോ ഗൈസ്. പൊക്കാം ഗൈസ്. നമ്മളിപ്പോൾ 4-3 നിൽക്കുമോ ഇപ്പം ഗൈസ്. ഇപ്പം 4-4 ഇനിയിപ്പോൾ വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇനി നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് കളിക്കാം. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന പ്ലെയറിനെ വെച്ച് നമുക്ക് ഫിനിഷ് അടിക്കാം.
നമ്മൾ വീണ്ടും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ പൊക്കി വിടാം ഗായ്സ്. നമ്മളിതാ വീണ്ടും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. 7-5 നമ്മളിപ്പോൾ ലീഡിലാണ് ഗായ്സ്. പിന്നെ നമ്മൾ ഈ കളി ജയിക്കുകയാണെന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഗായ്സ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പവർ ഷോട്ട് അടിച്ച് നോക്കാം കേട്ടോ ഗായ്സ്. ജസ്റ്റ് മിസ്സിൽ നമ്മൾ 9-7 നമുക്ക് ഇവിടെ പോയിട്ട് ഇപ്പോൾ പൊക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഫിനിഷ് അടിക്കാം. ഓ ശരി ജസ്റ്റ് മിസ്സായോ. നമുക്ക് 2 അല്ല റൊണാൾഡോ ആയിരുന്നു. റൊണാൾഡോയുടെ ഹാട്രിക്ക് എസ്റ്റിയാഗോ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടെന്ന്. 2 പേര് ഹാട്രിക്ക് അടിച്ചു ഗൈസ്. ഇബൻ ഒരു ഹാട്രിക്ക് അടിച്ച്, റൊണാൾഡോ ഒരു ഹാട്രിക്ക് അടിച്ച്. അല്ല ഗൈസ് അത് അവന്മാരുടെ ടീമിലായിരുന്നു ഗൈസ്. ഞാൻ മാറിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും ഒരു സ്റ്റാർ എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർ പ്രൊട്ടക്ഷൻ ഇല്ല ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് വേഗം പോകാം. എന്തായാലും നമ്മളിന്ന് 2-3 മിനിറ്റൊക്കെ കളിക്കത്തുള്ളൂ. നമുക്ക് അധികം ലെങ്തി ആക്കാൻ പറ്റത്തില്ല വീഡിയോസ്. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തേക്കാം. അപ്പം നമുക്ക് ഒബ്ബാണെങ്കിൽ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് മാക്സിമം വേഗം തന്നെ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നെ എൻ്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ ആ ഗൈസ് നമ്മളാണ് എവയായിട്ട് കാണിച്ചിരിക്കുന്നത്. അവന്മാർ ഹോമുമാണ് ഗൈസ്. എന്തായാലും നമുക്ക് കളിച്ച് നോക്കാം. എന്തായാലും തോക്കാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. താരമെങ്കിലും പിടിക്കണം ഗൈസ്. 117 ഗൈസ് 2 പേരുണ്ട് ഗൈസ്. അവൻ്റെ അതുകൊണ്ട് 116 ഞാൻ റാങ്ക് അപ്പ് ചെയ്തതാണ് വാൻ ലൈക്കിനേക്കാൾ. 117 വാൻ ലൈക്ക് ഉണ്ട് ഗൈസ്. ഇത് എപ്പോഴും എൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഗൈസ് നമ്മൾ മുസിയാല സ്കോർ ഉണ്ട്. നമ്മൾ സ്കോർ ചെയ്യുമ്പോൾ അപ്പം തന്നെ സ്പോട്ടിന് അവന്മാരും സ്കോർ ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്. ഓ ഗൈസ് ജസ്റ്റ് വിസിൽ റൊണാൾഡോ കാല് പൊക്കി ഒരു അടി അടിച്ച് നമുക്ക് ഫിനിഷ് അതൊരു ഗോളാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ 3-2 നിൽക്കുക. അമ്മമാർ ഗോളടിക്കുന്നതിന് മുന്നേ നമുക്ക് എത്രയെങ്കിലും ഒരു എണ്ണത്തിന് ഒരു ലീഡ് പിടിക്കണം. അപ്പോൾ നമുക്ക് ഇതടിക്കാം ഗൈസ്. ഒരു ഹെഡർ അടിക്കാം. ഓക്കെ പാസ് കൊടുക്കാം ഗൈസ്. പാസ് അപ്പോൾ ഗായ്സ് അത് പൊക്കാം. നല്ല രീതിക്ക് പൊക്കാം. ഒരു ഹെഡർ അടിച്ച് ഗായ്സ്. നമ്മൾ ഹെഡർ അടിച്ച് 4-4 ആക്കിയിട്ടുണ്ട് ഗായ്സ്. പൊക്ക് ഗായ്സ് ഞാനത് പൊക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഒരു ഗ്രേറ്റ് ചാൻസ് ഉണ്ട് ഗായ്സ്. അതും അവൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ പ്രശ്നമാണ് ഗായ്സ്. അവൻ്റെ ഒരു ഗ്രേറ്റ് ചാൻസിൽ അവൻ ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പൊക്കാം. എന്തായാലും അടി ഗായ്സ് ഇതെനിക്ക് പറ്റുന്നില്ല ഗായ്സ്. ഇത് നല്ല പാടാണ് ഗായ്സ്. എന്തായാലും നമുക്ക് നോക്കാം. പാസ് കൊടു അടി ഗായ്സ്. എനിക്ക് 4-6 ഇപ്പം നിൽക്കുവാണ് ഗായ്സ്. ഇത് പോയി നമ്മൾ തോറ്റ്. നമ്മൾ എന്തായാലും അങ്ങനെയൊന്നും വിട്ടു കൊടുക്കത്തില്ല ഗായ്സ്. നമ്മൾ തോറ്റ് ഗായ്സ്. 4-7 കൂട്ടി ഗായ്സ്. നമ്മൾ എന്തായാലും നമുക്ക് മാക്സിമം റാങ്ക് ചെയ്യാം. നമുക്കൊരു നിക്കോ വില്യംസ് ഉണ്ട് ഗായ്സ്. അവൻ്റെ മുസിയാല ഗോളടിച്ച്. ആ മുസിയാല എനിക്ക് തോന്നുന്നു ഗായ്സ് പിന്നെ പോയി. പക്ഷെ നമ്മുടെ ഒരു സ്റ്റാറുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ അതിൽ തന്നെ നിൽക്കും. മിക്കവാറും നമ്മൾ വേൾഡ് ക്ലാസ് ലെജൻഡറി അടിക്കത്തില്ല ഗായ്സ്. നമുക്കൊരു വേറൊരു വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാം. എന്തായാലും ലെജൻഡറി അടിക്കുന്നത്. എന്തായാലും അപ്പം മാക്സിമം നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഞാൻ ഒരു ദിവസം ഇടാം ഗായ്സ്. പക്ഷേ എൻ്റെ അത്രയും ഒന്നുമില്ലതോ അവനും അതങ്ങനെ അവസാനം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ എന്തായാലും കളി എടുക്കണം. ക്യാൻസൽ ചെയ്യാനുള്ള സമയത്ത് അവൻ ക്യാൻസൽ ചെയ്യും. ഗായ്സ് ഇതിൽ നമുക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് കളിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിക്ക് ജയിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റാറും കിട്ടും. പിന്നെ മറ്റേ അതൊരു ഫില്ലും ആകും. അപ്പോൾ വീണ്ടും ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് ക്ലാസ് 1 അടിക്കാം. കാരണം മറ്റേത് ഫില്ലും ആകും ഗായ്സ്. അപ്പോൾ ഗായ്സ് അവൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഗായ്സ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആയിരുന്നു റാങ്ക് അപ്പ് ചെയ്ത് വെച്ചേക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ ടോട്ടിയുടെ ഗായ്സ് ഇത് ഞാൻ ചെയ്യാൻ നോക്കുമ്പോഴേ എപ്പോഴും ഗായ്സ് നമ്മൾ പൊക്ക് ഗായ്സ് പാസ് ഗായ്സ്. ഇത് എന്തൊരു തല്ലക്കാണ് ഗായ്സ്. ഇത് ഹാക്കറാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഗായ്സ്. അല്ലെങ്കിൽ ഇത്ര സിമ്പിൾ ഗോളൊന്നും
ഒന്നും ആരും മിസ്സാക്കാൻ പോകുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് മാക്സിമം ഈ കളി നമ്മൾ ജയിക്കേണ്ട കളിയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് പോവാം. അവന് 3 അടിച്ചു ഗൈസ് അവന് 3 അടിച്ചു. മിക്കവാറും ഗൈസ് നമുക്ക് ഫിനസ് അടിച്ചു, ഫുള്ള് ഫിനസ് അടിച്ച് നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് പാസ് ഗൈസ്. അങ്ങനെ നമ്മൾ 3-4 ഇപ്പം നിൽക്കുവാണ് ഗൈസ്. അപ്പം നമുക്ക് ഇവന് ഡ്രിബിൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് റെയിൻബോ ഇടാം. നമ്മൾ അവൻ്റെ മണ്ടക്കൂടി പോയിട്ടൊരു ഫിനസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 4-4 നമ്മൾ പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും വീണ്ടും ഒരു ഫിനസ് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ് അത് ഫിനസ് കൂടിപ്പോയി. അപ്പോൾ നമുക്ക് ഇവിടെ ചെന്നിട്ട് ഓഫ് സൈഡ് വീഴും ഗൈസ്. ഓ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഒരു ഗോൾ അടിച്ചില്ല. കൈ തട്ടി ഗൈസ്. അത് അപ്പം അവന്മാർക്ക് ഒരു പാസ് 9 ഗൈസ്. നമ്മൾ തോക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ എന്തായാലും വിട്ടു കൊടുക്കത്തില്ല. നമ്മൾ എന്തായാലും 5-6 ഒരു ഗോളും കൂടി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം ഗൈസ്. പക്ഷേ പറ്റത്തില്ല ഗൈസ്. നമ്മൾ 5-6 പൊട്ടി ഗൈസ്. ഇതെന്തുവാണ് ഗൈസ്. എന്തായാലും ഗൈസ് ഞാൻ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റാങ്ക് പുഷിങ് നിർത്തിയിട്ട് ഗൈസ് നമുക്ക് അവൻ്റെ കൂടെ ഒരു 1v1 കളിക്കുന്ന വീഡിയോ ആക്കാം ഗൈസ്. നമ്മൾ അവന് ഒരു ഹെഡ് ടു ഹെഡ് മാച്ച് ഗോക്കു 3-1 ഗൈസ്. എൻ്റെ കൂട്ടുകാരനാണ്, അവൻ്റെ പേര് SP ആദിദേവ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് അങ്ങ് കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ ഞങ്ങളുടെ അടുത്ത ഉത്സവത്തിൻ്റെ ഇത് നടക്കുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും റെഡി കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളിതാ ഗൈസ് ദെയർ ചാൻസ് മൈ ചാൻസ്. നമുക്ക് അവൻ VS ആണോ ഗൈസ് എടുത്തത്? അങ്ങനെ നമുക്ക് കാണിച്ചത്. അവൻ ലെജൻഡറി ആണ് ഗൈസ്. അവൻ ലെജൻഡറി അടിച്ചായിരുന്നു ഈ അടുത്ത്. അത് ഞാൻ പറയാൻ മറന്നു പോയതാണ് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും കളിച്ചു നോക്കാം അവനുമായിട്ട് VS അറ്റാക്ക്. നമ്മൾ ജയിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഗൈസ് അവൻ സ്ട്രൈക്കറിനെ മാറ്റിയിട്ടോ ഗൈസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോക്കാൻ നേരത്തെ അവൻ്റെ സ്ട്രൈക്കർ ഇതല്ലായിരുന്നു. എന്തായാലും നമുക്ക് നോക്കിയേക്കാം ഗൈസ്. നമുക്ക് നേരെ പോവാം. ഗൈസ് ഇത് എപ്പോഴും വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ 1 മുട്ടയ്ക്ക് ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് നമ്മൾ 2ാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിതാ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൻ്റെ എങ്ങാണ്ട് ഇതാണ് ഗൈസ്. അതിൻ്റെ എങ്ങാണ്ടാണ് ഈ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഫിനസ് അടിച്ചേക്കാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഗോളും കൂടി ആയിട്ടുണ്ട്. ആൻറ്റോഡി സ്കോർഡ് ഗൈസ്. നമുക്ക് ഗൈസ് അത് നമ്മുടെ ആ സ്കില്ലില്ല, ഇടാൻ പറ്റത്തില്ല ഗൈസ്. ഈ സ്കില്ലിടാൻ പറ്റാത്ത എന്താണ്? എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ എന്നിട്ട് ഒരു പൊക്കിയിടാം ഗൈസ്. അവൻ്റെ പാസ് കൊടുക്കാം നമുക്ക് ഇവന്. എന്നിട്ട് ഇവനൊരു ഗോൾ അടിക്കും. 4-4 ആയിട്ടുണ്ട് ഗൈസ്. 41 മിനിറ്റാണ്. അവൻ ലെജൻഡറി ആയതുകൊണ്ട് അവനൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അവൻ എന്തായാലും അവൻ്റെ ഗോളി എന്തായാലും അത് പിടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഗൈസ് അങ്ങനെ 5 അടിച്ചിട്ടുണ്ടാവും ഗൈസ്. നമുക്ക് എന്തായാലും ഈ കളി ജയിച്ചാൽ പറ്റത്തുള്ളൂ. ഇത്രയും കളി തോറ്റില്ല ഗൈസ്. നമുക്ക് എന്തായാലും ജയിച്ചാൽ പറ്റത്തുള്ളൂ. ഈ കളി നമ്മൾ ജയിച്ചിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്പം ഗൈസ് നമ്മൾ 6 നിൽക്കുവാണ് അവനുമായിട്ട്. നമുക്ക് പോകാം. നമുക്കൊന്ന് ബാക്കിലോട്ട് എടുത്തിട്ട് ഗൈസ് അത് 6 നിൽക്കുവാണ്. ഈ ഒരു ഗോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും ഗൈസ്. നമ്മൾ 7 നമ്മൾ തരം പിടിച്ച് ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ. പീസ് ഔട്ട് വിത്ത് IQ മലയാളി.